നമുക്കറിയാലോ, സുറിയാനിയിലെ മെൽഹ എന്ന് പറയുന്നത് ഉപ്പെന്നാണ് അർത്ഥം. അപ്പം മെൽഹ എന്ന് നമ്മൾ വിശ്വാസോത്സവത്തിന് പേരിട്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭൂമിയുടെ ഉപ്പായി തീരുക, മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ശരിയാണ്, ഉപ്പ്, മെൽഹ. അതെ, അതായിരുന്നു എന്റെ ഉത്തരം. ഈ ഉപ്പും പൗരബോധവും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? ഉപ്പ് ഒരു ഭക്ഷണത്തിന് രുചിയേകുന്നു. ഓരോ പൗരന്റെയും വാക്കും പ്രവൃത്തിയും അപരന്, അവൻ ജീവിക്കുന്ന നാടിനും ഭൂമിക്കും രുചി പകരുമ്പോൾ അതെ, അതാണ് സിവിക് സെൻസ്. പിന്നൊരു ഗുണം ഉപ്പ് ശുദ്ധീകരിക്കുന്നു എന്നതാണ്. സമൂഹത്തിലെ അന്യായങ്ങളെ തുടച്ചു നീക്കി ഈ സമൂഹത്തിലെ ഓരോ സഹോദരർക്കും നല്ല നാളെ വാഗ്ദാനം ചെയ്യുവാൻ കൂട്ടായി പരിശ്രമിക്കുമ്പോൾ അതെ, അതാണ് സിവിക് സെൻസ്. അവസാനമായി ഉപ്പ് സംരക്ഷിക്കുന്നു. നമുക്കായി ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെയും സംവിധാനങ്ങളെയും സംരക്ഷിക്കുവാൻ നാം കടപ്പെട്ടിട്ടുണ്ട്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്നത് പൗരബോധം തന്നെയാണ്. നാം ഭൂമിയുടെ ഉപ്പാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നല്ലേ? ഭൂമിയുടെ ഉപ്പാവാൻ പൗരബോധത്തിൽ നിന്നല്ലാതെ വേറെ ഏത് മാർഗമാണ് തുടങ്ങാനുള്ളത്? സമൂഹത്തിന് നന്മയ്ക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ് പൗരബോധം എന്ന് പറയുന്ന സിവിക് സെൻസ്. എല്ലാ പൊതുസ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് പൂക്കൾ ശേഖരിക്കുന്ന ഒരു ടെസ്റ്റ് വെച്ചിരിക്കുന്ന കാണുന്നുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്തെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, മുതിർന്നവരായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ബോധവും അവർക്കിടയിൽ ഉണ്ടാകണമെന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. വരുന്ന തലമുറയ്ക്ക് ശുചിത്വവും പൗരബോധവും ഒക്കെ വീടുകളിൽ നിന്ന് തന്നെ പഠിക്കണം. അത് അച്ഛനും അമ്മയും തന്നെ തുടങ്ങണം. അത് നമ്മുടെ റൂമിൽ നിന്ന് തുടങ്ങണം. പൊതുവായ സ്ഥലങ്ങളിൽ മലിനമായ വസ്തുക്കളോ തുപ്പുകയോ പരിസരം മലിനമാക്കുകയോ ചെയ്യരുത്.